കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ആയിരുന്നു തിരുവനന്തപുരത്ത് NDA നടത്തിയത്. NDAയെ സംബന്ധിച്ചിടത്തോളം 5 പതിറ്റാണ്ടായി അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ വിജയം എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷം VV രാജേഷിനെ പോലെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. കേരളത്തിലെ ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നമായിരുന്നു. അവിടെ ഇതാ ആരാകും മേയർ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. ഇനിയിപ്പോൾ മേയറുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്. കൊച്ചിയിലെ മേയർ സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് എടുക്കുമ്പോൾ അത് പടലപ്പിണക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് മേയർ ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും തിരുവനന്തപുരം പിടിച്ച് 45 ദിവസത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തും എന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുന്ന BJPക്ക് എന്തുകൊണ്ട് 50 പേരെ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടും അതിൽ നിന്ന് ഒരാളെ മേയറായി കണ്ടെത്താൻ പറ്റാത്തത് എന്നതാണ് ഇപ്പോഴും സംശയകരമായി നിലനിൽക്കുന്നത്. അവിടെ ഇതാ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 പേരുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നത് തന്നെയാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. അതിൽ VV രാജേഷിൻ്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം എന്നതാണ് എടുത്തു പറയേണ്ടത്. VV രാജേഷിന് അനുകൂലമാകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ട് എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ പട്ടികയിൽ വരുന്ന ആൾ ആണ് VV രാജേഷ് എന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവ് എന്നത് ഒരു പക്ഷേ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പരിചയസമ്പന്നൻ ആയ നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ആ നിലയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. മാത്രവുമല്ല ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന ഒരു അനുഭവ സമ്പത്ത്, കാരണം അവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ്, ടെക്നിക്കലി നമുക്ക് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പറയേണ്ടതില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് ഉണ്ട്. അപ്പോൾ വർഷങ്ങളായുള്ള രാഷ്ട്രീയ പാരമ്പര്യം, ഒപ്പം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഔചിത്യം, പ്രത്യേകിച്ച് നമുക്കറിയാം ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷം ആണ് മറ്റ് മുന്നണികളെയൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെയൊരു അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് നേരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മേയർ പദവിയിൽ എത്തിയതിനു ശേഷം ആര്യയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ KSRTC ബസ് തടഞ്ഞു നിർത്തിയതടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു മേയർ പദവിയിലേക്ക് എത്തുന്ന ആൾ സ്വീകാര്യനായിരിക്കണം എന്നുള്ളതുണ്ട്. രാഷ്ട്രീയമായി കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ആളായിരിക്കണം. അതോടൊപ്പം തന്നെ നഗരത്തെക്കുറിച്ച് ധാരണയുള്ള ആളായിരിക്കണം. ഇതെല്ലാം VV രാജേഷിന് അനുകൂലമാകുന്ന സാഹചര്യമാണ്. അതേസമയം VV രാജേഷുമായി ബന്ധപ്പെട്ട് പ്രതികൂലമാകുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ പാർട്ടിക്കുള്ളിൽ ചേരിതിരിവാണ്. ഒരു വിഭാഗം ആളുകൾ VV രാജേഷിനെ അനുകൂലിക്കുന്നവരാണെങ്കിൽ മറുവിഭാഗം അതിനെ എതിർക്കുന്നവരാണ്. ഒപ്പം RSSന്റെ നിലപാട് ഉൾപ്പെടെ ഇതിൽ നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. RSSന് തൽപരനായ ആളെ ആയിരിക്കും തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, മേയർ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ BJP മുന്നിൽ നിർത്തുക എന്നതിലും തർക്കമൊന്നുമില്ല. അത്തരം പ്രതികൂലമാകുന്ന സാഹചര്യമുണ്ട്. അടുത്ത പേര് എന്നത് R ശ്രീലേഖയുടേത് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. R ശ്രീലേഖ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഏറെ വിവാദമായ പശ്ചാത്തലമുണ്ടായിരുന്നു. IPS എന്നത് തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യമുയർന്നു. പിന്നീട് വോട്ടെടുപ്പ് ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിനെ സംബന്ധിച്ച റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒക്കെ വലിയ ചർച്ചയായി. പക്ഷേ അങ്ങനെ ഏറെ ഒരുപക്ഷെ കേരളത്തിലുടനീളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായി R ശ്രീലേഖയുടെ പേര് മാറിയ പശ്ചാത്തലത്തിൽ R ശ്രീലേഖയ്ക്കുണ്ടാകുന്ന ഒരു പൊതു സ്വീകാര്യത ഗുണകരമാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. മറ്റൊന്ന് പ്രതിച്ഛായ ആണ്. R ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥ തലത്തിൽ IPSകാരി എന്ന ഒരു പ്രതിച്ഛായയുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ ഈ R ശ്രീലേഖയുടെ പേര് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഈ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്നത് നമുക്കറിയാം, ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്ന IAS, IPS പോലെയുള്ള പദവികൾ ഒക്കെ അലങ്കരിച്ചിരുന്ന ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ചില നേതാക്കളെയൊക്കെ നമുക്ക് അങ്ങനെ ഉയർത്തി കാണിക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ നമുക്ക് അണ്ണാമലയെ പോലെയുള്ളവരുടെ പേരുകൾ അറിയാം. ഇവിടെ ഇതാ ഒരു IPSകാരിയായിരുന്ന ഒരാൾ വിജയിച്ചുവെന്നും അവരാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നതുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലും ഉൾപ്പെടെയൊക്കെ ഉയർത്തി കാണിക്കാൻ BJPക്ക് സാധിക്കും. ഇത്തരം ആളുകളെ കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം സംസ്ഥാന നേതാക്കളിൽ ഒരു വലിയ വിഭാഗം R ശ്രീലേഖയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ VV രാജേഷുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ താല്പര്യം എന്നത് ശ്രീലേഖയെ തന്നെയാണ്. അതുകൊണ്ട് ശ്രീലേഖ ഒരു പക്ഷേ മേയറാകുമോ? അവിടെ ഒരു വനിത എന്ന പരിഗണന കൂടി ലഭിക്കുന്നു. തിരുവനന്തപുരത്ത് നേരത്തെ ആര്യ രാജേന്ദ്രൻ വനിതയായിരുന്നു, പക്ഷേ ഇപ്പോൾ സംവരണമല്ല. എങ്കിൽ പോലും ഞങ്ങൾ വനിതകൾക്ക് പരിഗണന കൂടുതൽ നൽകുന്നു. പ്രത്യേകിച്ച്
BJP അധികാരത്തിലേറിയതിനു ശേഷം പലപ്പോഴായി ആവർത്തിക്കുന്ന കാര്യമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു വനിതയാണ്, ദളിത് വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളാണ്. പിന്നീട് മന്ത്രിസഭയിലേക്ക് വന്നാൽ നിരവധി വനിതകൾക്ക് ഇടം നൽകുന്നു. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊന്നും ലഭിക്കാത്ത അത്രയും വനിതാ പരിഗണന ലഭിക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ കൂടുതലായി പരിഗണിക്കുന്നു. ഇതെല്ലാം BJP എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത്, അത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി കൂടിയാണ്, രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ അടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, തിരുവനന്തപുരത്തേക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് പ്രധാനമന്ത്രിയൊക്കെ എത്തുമ്പോൾ അടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയാണ് എന്നതുകൊണ്ട് ഒരു വനിതയ്ക്ക് ഇടം നൽകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് അപ്രതീക്ഷിതമായ ഒരു മേയർ വരുമോ എന്നതുപോലും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചത് ഈ നിലയിലുള്ള ചില വിവരങ്ങൾ ആയിരുന്നു. അതായത് നിലവിൽ ആര് ആകും അടുത്ത മേയർ എന്നത് പറയാൻ പറ്റില്ല. അത്തരം ചർച്ചകൾ പുറത്ത് മാധ്യമങ്ങളും നടത്തട്ടെ എന്നതാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. അതിപ്പോൾ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നേതാക്കൾ ആ നിലയിൽ തന്നെയാണല്ലോ പറയുക. ഇതാണ് നിലവിലെ പശ്ചാത്തലം. ഇതിലിപ്പോൾ ആരാകും മേയർ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇനി യഥാർത്ഥത്തിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാകട്ടെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ളത് 101 ഡിവിഷനുകളാണ്. അതിൽ 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരിടത്ത് സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. അതിൽ തന്നെ 51 ഡിവിഷനുകളിൽ വിജയിച്ച മെജോറിറ്റി ആകുമായിരുന്നു. ഒരേ ഒരാളുടെ കുറവേ ഉള്ളൂ. അത് പക്ഷേ സ്വതന്ത്രരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാനും സാധിക്കുമെന്ന പശ്ചാത്തലമുള്ളപ്പോഴും തിരുവനന്തപുരത്ത് മേയർ നിർണയം വൈകുകയാണ്. ഇനി നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ പോവുകയാണ്. കൊച്ചിയിലെ മേയറുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിയെങ്കിലും അതിൽ ദീപ്തി മേരി വർഗീസിനടക്കം വലിയ അതൃപ്തിയുണ്ട്. വീണ്ടും ആജ്ഞ ചേരുകയാണ് നമ്മളോടൊപ്പം. ആജ്ഞയിലേക്ക് തന്നെ പോകാം. കാരണം ഇപ്പോൾ കൊച്ചിയാണ് ചർച്ചാ വിഷയമായി നിൽക്കുന്ന പശ്ചാത്തലം. ആജ്ഞ എന്തായാലും ദീപ്തി മേരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്തൊക്കെയാണ് അവരുടെ പരാതിയായി ഇപ്പോൾ മുന്നിലുള്ളത്? അതിനപ്പുറത്ത് എന്തൊക്കെ പ്രതികരണത്തിന് ദീപ്തി മേരി വർഗീസ് തയ്യാറാകുന്നുണ്ട് ആജ്ഞ? അഭിലാഷ, എന്തായാലും ദീപ്തി മേരി വർഗീസ് നമ്മളോടൊപ്പം തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം മാഡം. നമ്മൾ മേയർ സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് കാലമായിട്ട് ദീപ്തി മേരി വർഗീസ് എന്നുള്ള പേര് വളരെ സജീവമായി ചർച്ച ചെയ്യുകയും അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു പേരേ ഇല്ലാതായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലം പോയത്. അതിനോടുള്ള പ്രതികരണം ആദ്യം പറയും. അല്ല, അത് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. ഇവിടെ കോർപ്പറേഷൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെ മത്സരിക്കണമെന്നും അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നുമായിരുന്നു. അപ്പോൾ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ള ഡിവിഷനുകളിലൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംഘടനാപരമായ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചത്. ആ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള